ഹായ്, നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ഞണ്ട് റോസ്റ്റ്. ഇത് 1/2 കിലോ ഞണ്ട് എടുത്തിരിക്കുന്നതാണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസ് ആക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാൻ കിടക്കാം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, 2 സവാള, ചെറിയൊരു മുളക്. ചട്ടിയിൽ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ബ്രൗൺ ആകുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള, തക്കാളി, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് നല്ലൊരു ഇതാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് വാടി വരണം, സവാള എല്ലാം കൂടി ഒന്ന് വാടി വരണം വരെ നന്നായിട്ട് ഇളക്കണം. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇതിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ മാറി സവാളയുടെ എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കണം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമുക്ക് ഞണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം വരും കേട്ടോ. ഞണ്ടിടാതെ തന്നെ ആ മസാലയുടെയൊക്കെ നല്ലൊരു മണമാണ് അപ്പോഴേ അടിക്കുന്നത്. ഞണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം അടച്ചു വയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ അടപ്പ് തുറന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് മസാല എല്ലാം കൂടി എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ്. ഞാൻ അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല എണ്ണയൊക്കെ നല്ല ചുറ്റും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കറിയായിട്ട് കൂട്ടുന്നവർക്ക് ഈ ഒരു പാകം മതിയാവും. റോസ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി അത് വറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ റോസ്റ്റ് രൂപത്തിൽ ആക്കാൻ പറ്റും. പിന്നെ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ അത് കുറച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ചും കൂടി അതിൻ്റെ കറി വറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ പാകത്തിലായിട്ടാണ് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോഴേക്കും നല്ല വറ്റി നമുക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് രൂപത്തിൽ ഞണ്ട് റോസ്റ്റ് കിട്ടും. വളരെ ടേസ്റ്റിയാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്